ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മോസ്കോ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ പറ്റി ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ട്രാംവായിനെ പറ്റിയും മെട്രോ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മോണോറെയിൽസിനെ പറ്റിയും ബസ്സിനെ പറ്റിയുമാണ്. ഇതാണ് മോണോറെയിൽസിൻ്റെ സ്റ്റേഷൻ. ഞാനിപ്പോൾ ഉള്ളത് ബൊട്ടാണിച്ചെസ്കിസാഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. ഇതിനടുത്തായിട്ടാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. ബസ്സിലും മെട്രോയിലും നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന ട്രോയ്ക്ക കാർഡ് തന്നെയാണ് ഇതിലും സ്വൈപ്പ് ചെയ്യുന്നത്. ഇതിലെ യാത്ര വളരെ കംഫർട്ടബിൾ ആണ്. മാത്രമല്ല ഇതിൽ എപ്പോഴും തിരക്ക് വളരെ കുറവാണ്. എപ്പോൾ നോക്കിയാലും നമുക്ക് ഒത്തിരി സീറ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും. അധികം ആരും യൂസ് ചെയ്യാത്തൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണിത്. രാവിലെ ഏകദേശം 6:30 തൊട്ട് രാത്രി 11 മണി വരെയാണ് ഇതിൻ്റെ സർവീസ് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 km/h ആണ്. പിന്നെ 1998 ഇവർ ഇതിൻ്റെ പ്ലാനിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും 2004 ഫസ്റ്റ് സർവീസ് ഓപ്പൺ ആവുന്നത്. നിലവിൽ റഷ്യയിൽ ഇപ്പോൾ ആകെ 3 സിറ്റികളിൽ മാത്രമാണ് ഈ മോണോറെയിൽ സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോലും മോണോറെയിൽ സിസ്റ്റം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ മോണോറെയിൽസ് എല്ലാം മെട്രോ സ്റ്റേഷനുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മെട്രോയിലേക്ക് ചേഞ്ച് ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ടും എളുപ്പമാണ്. ഇതാണ് റഷ്യയിലെ നോർമൽ ട്രെയിൻ. ഇത് മോണോറെയിൽ അല്ല, ഇത് പാസഞ്ചർ ട്രെയിൻ ആണ്. ഞാൻ വന്നിടയ്ക്ക് ഒരു തവണ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അന്ന് 55 രൂപയിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് അതിൽ യാത്ര ചെയ്തത്. ഇതിപ്പോൾ ഞാൻ മോണോറെയിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കണ്ടതാണ് ഈ ട്രെയിൻ. പിന്നെ ഈ മോണോറെയിലിന് 6 കാർസ് ആണുള്ളത്. അതേപോലെ തന്നെ 600 പാസഞ്ചറാണ് ഒരു ട്രെയിനിൻ്റെ കപ്പാസിറ്റി. ഈ മോണോറെയിൽസിന് മോസ്കോയിൽ ഇപ്പോൾ ടോട്ടൽ 31 സ്റ്റേഷൻസ് മാത്രമാണ് ഉള്ളത്. പിന്നെ ഇത് മെട്രോ പോലെ ഈസിലി അവൈലബിൾ അല്ല. ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 to 10 minutes എടുക്കും അടുത്ത ട്രെയിൻ വരാനായിട്ട്. പിന്നെ ഈ മോണോറെയിൽസിൻ്റെ സ്റ്റേഷൻസും എല്ലാം വളരെ ഹൈലി ഡെവലപ്ഡ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ലോക്കോമോട്ടീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ട്രെയിനിൻ്റെ സ്റ്റേഷനുണ്ട്, പാസഞ്ചർ ട്രെയിനിൻ്റെ സ്റ്റേഷനുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട്. സോ മോണോറെയിൽസിനെ പറ്റി ഇത്രയാണ് പറയാനുള്ളത്. മോസ്കോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം. പിന്നെ നമുക്ക് സിറ്റി വ്യൂ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ മോണോറെയിൽസിൽ ട്രാവൽ ചെയ്യുമ്പോൾ. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അപ്തോബൂസിനെ പറ്റിയാണ്. അപ്തോബൂസിനെ പറ്റിയും ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബസ്സിനാണ് നമ്മൾ അപ്തോബൂസ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ബസ്സിനും നമ്പറാണ്. നമ്മൾ യാൻഡെക്സ് മാപ്പിൽ നോക്കി നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത് അത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അവൈലബിൾ ആയിട്ടുള്ള ബസ്സിൻ്റെ നമ്പറെല്ലാം അതിൽ കാണിക്കും. മെട്രോയിലും ട്രാമിലും എല്ലാം നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന ട്രോയ്ക്ക കാർഡ് തന്നെ നമുക്ക് ഇതിലും സ്വൈപ്പ് ചെയ്യാം. ഇവിടെ ഒരു റൈഡിന് 63 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. അത് വെച്ചിട്ട് നമുക്ക് എത്ര സ്റ്റോപ്പ് വരെ വേണമെങ്കിലും യാത്ര ചെയ്യാം. കൂടാതെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഇത് ഏത് സ്റ്റോപ്പാണെന്നും അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നും അനൗൺസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. 2018 മോസ്കോയിൽ ആദ്യമായി ഇലക്ട്രിക് ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കുറച്ചുകൂടി എക്കണോമിക് ഫ്രണ്ട്ലി ആയി മാറി. ഇപ്പോൾ ഏകദേശം 2100ഓളം ഇലക്ട്രിക് ബസ് 130ഓളം റൂട്ടുകളിലായിട്ട് സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ഈ ബസ്സുകളെല്ലാം റഷ്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പിന്നെ ഇതിലെ യാത്രയൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. എപ്പോഴും ബസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ക്രൗഡൊന്നും ഉണ്ടാവാറില്ല. ഇത് റഷ്യയിൽ തന്നെ നിർമ്മിച്ച ബസ്സുകളാണെന്ന് പറയാനൊരു കാരണമുണ്ട്. ഇവിടെ ആദ്യം ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത് 1922 സോ 22 മുതൽ 24 വരെയുള്ള ആ ഒരു 2 ഇയറിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്ന ബസ്സുകളാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. അത് സോവിയറ്റ് യൂണിയൻ്റെ ടൈമായിരുന്നു. പിന്നീട് ഇവർ സ്വന്തമായിട്ട് ബസ്സുകളെല്ലാം ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീട് 1930 ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് വേറൊരു മോഡൽ ട്രൈ ചെയ്തു. അങ്ങനെ ഓരോ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഈ ഒരു ഇലക്ട്രിക് ബസ്സിൽ എത്തിയത്. ഇന്ന് മോസ്കോയിലെ ബസ് നെറ്റ്വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് നെറ്റ്വർക്ക്സിൽ ഒന്നാണ്. M57 അതായത് ഈ ബസ് എൻ്റെ ഡോർമെട്രിയിലേക്കുള്ള ബസ്സാണ്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.